നമ്മൾ വീണ്ടും ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. എല്ലാവരും ഈ ചോദ്യം എൻ്റെ പുറകിലെ ബോർഡിൽ കാണുന്ന ചോദ്യം നോക്കും. അതെങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാമെന്ന് പരിശോധിക്കാം. വരും. റിപ്പോർട്ടർ ഡബ്ബാവാല. ഇത് 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പരീക്ഷാ സമയമായതുകൊണ്ടാണ് ഈ ചോദ്യം ഇപ്പോൾ ഞാനിവിടെ എഴുതിയിടുന്നത്. ശ്രദ്ധിക്കൂ. How do you manage to deliver the lunch boxes without any mistakes? ഡബ്ബാവാല പറയുന്നു, we follow a simple code system and work together as a team. നോക്കിയപ്പോൾ ഞാൻ നോക്കി ചായ ആയിപ്പോയി. ഇവിടെ ഒരു എം കൂടെ ഉണ്ട് കേട്ടോ. എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? ആസ് എ ടീം. ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നു. താഴെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഡിഡ് ദ റിപ്പോർട്ടർ ആസ്ക് ദ ഡബ്ബാവാല? മറ്റൊരു ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡിഡ് ദ ഡബ്ബാവാല റിപ്ലൈ? ഇതാണ് ഏതാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ ആൻസർ ചെയ്യാം എന്ന് നോക്കാം. വാട്ട് ഡിഡ് ദ റിപ്പോർട്ടർ ആസ്ക് ഡബ്ബാവാല? അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോ എങ്ങനെ നോക്കേണ്ടത്? ഈ ക്വസ്റ്റ്യൻ മെയിൻ വെർബ് എന്താണ്, ടെൻസ്, ഇതൊക്കെ നമ്മൾ നോക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡിഡ് ദ റിപ്പോർട്ടർ ആസ്ക്? ഇവിടുത്തെ മെയിൻ വെർബ് ഏതാ? ആസ്ക്. എങ്ങനെ കിടക്കുന്നു? ഡിഡ് ആസ്ക് എന്നാണ്. എങ്ങനെ കാണപ്പെടുന്നു? ഡിഡ് ആസ്ക് എന്നാണ്. അപ്പൊ ഡിഡ് ആസ്ക് എന്ന് വരുമ്പോ ഇതെന്ത് ടെൻസിൽ വരുന്നു? പാസ്റ്റ്. ഇതെന്ത് ടെൻസിൽ വരുന്നു? പാസ്റ്റ്. ഇവിടെ റിപ്പോർട്ടർ ആണ് ഡബ്ബാവാലയോട് ചോദിച്ചത്. നമുക്ക് ആൻസർ എഴുതി തുടങ്ങാം. എന്തായിരിക്കും ആൻസർ തുടങ്ങേണ്ടത്? റിപ്പോർട്ടർ. ഇവിടെ ഞാൻ മെയിൻ വെർബ് പറഞ്ഞു ഏതാ? ഡിഡ് ആസ്കും. അപ്പൊ നമ്മൾ എഴുതുമ്പോ ആസ്ക്ഡ്. ഈ ആസ്ക്ഡ് എന്ന് പറയുന്ന വെർബ് എല്ലാവർക്കും അറിയാമല്ലോ, അത് പാസ്റ്റ് ടെൻസ് ആണ്. എന്ത് ടെൻസാ? പാസ്റ്റ് ടെൻസ് ആണ് ആസ്ക്ഡ് എന്ന് പറയുന്നത്. റിപ്പോർട്ടർ ആസ്ക്ഡ്. ആരോടാ ചോദിച്ചത്? ദ ഡബ്ബാവാല. അത് അതുപോലെ എഴുതുന്നത് ഡബ്ബാവാല. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ദ ഡബ്ബാവാല. അടുത്ത ഈ സെന്റൻസിന്റെ പ്രത്യേകത എന്താ? ഹൗ ഡു യു മാനേജ്? അതൊരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് ക്വസ്റ്റ്യൻ വേർഡിൽ വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ വേർഡ് ആണ് അവിടുത്തെ കണക്റ്റിംഗ് വേർഡ്. അപ്പോൾ നമുക്ക് ഇവിടെ ഹൗ എന്ന ക്വസ്റ്റ്യൻ വേർഡ് തന്നെ കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. ഹൗ. ഇനി എന്താ? സബ്ജക്ട് എടുക്കണം. ഇവിടെ സബ്ജക്ട് ആരാ? യു എന്നതാണ്. യു ആരാ? ഡബ്ബാവാല. അപ്പൊ ഇവിടെ സിംഗുലർ ആണ്. അപ്പൊ ഹൗ ഹി. ഹൗ ഹി. ഇനി എന്താ? ഡു മാനേജ് എന്നാണ്. ഡു പ്ലസ് മാനേജ് തന്നെയാണ്. അത് പ്രസന്റ് ടെൻസ് ആണ്. പക്ഷെ ഇവിടെ ഈ വെർബിന്റെ ടെൻസ് മാറണമോ വേണ്ടയോ? ഇത് ടെൻസ് മാറണം. എന്താണ് കാരണം? ഇവിടുത്തെ മെയിൻ വെർബ് ആസ്ക്ഡ് എന്നാണ്. ഇതെന്താ? പാസ്റ്റ് ടെൻസ് ആണ്. ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഇവിടുത്തെ ഡു മാനേജ് എന്ന വെർബ് മാറി അതിന്റെ പാസ്റ്റ് ടെൻസ് ആയ മാനേജ്ഡ് എന്ന് മാറണം. മാനേജ്ഡ് ടു ഡെലിവർ. ബാക്കി അതുപോലെ എഴുതിയാൽ മതി. ദ ലഞ്ച് ബോക്സസ് എങ്ങനെയാ? വിത്തൗട്ട് എനി മിസ്റ്റേക്സ്. ഇതാണ് അതിന്റെ ആൻസർ. എന്താ? റിപ്പോർട്ടർ ആസ്ക്ഡ് ഡബ്ബാവാല how he managed to deliver the lunch boxes without any mistakes. ഇതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. ഡബ്ബാവാല പറയുന്നു we follow a simple code system and work together as a team എന്നാണ്. ചോദ്യം എന്താ? റിപ്പോർട്ടർ അല്ല, what did the ഡബ്ബാവാല reply എന്നാണ്. എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം? ഞാൻ ഇതിനൊന്ന് റബ്ബ് ചെയ്തിട്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ എഴുതാം. അതിന് ബുദ്ധിമുട്ടില്ലല്ലോ. ഇത് നിങ്ങൾ നോക്കി കഴിയുമല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം. ഇതിന് ഞാൻ റബ്ബ് ചെയ്യണം കേട്ടോ. റബ്ബ് ചെയ്തിട്ട് അതിന്റെ ആൻസർ താഴെ എഴുതും. ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ്. What did the ഡബ്ബാവാല reply? നമുക്ക് എഴുതാം. The ഡബ്ബാവാല റിപ്ലൈ എന്നാണ്. വെർബ് ഡിഡ് റിപ്ലൈ എഴുതുമ്പോ അതിന്റെ പാസ്റ്റ് ടെൻസ് വരണം. റിപ്ലൈഡ്.
ഇന്നിവിടെ പറഞ്ഞെന്താ വി ഫോളോ എ സിമ്പിൾ കോഡ് സിസ്റ്റം. അതൊരു അസർട്ടീവ് സെന്റൻസ് ആണ്. അതിനാൽ കണക്റ്റിംഗ് വേർഡ് ദാറ്റ് ഉപയോഗിക്കണം. കണക്റ്റിംഗ് വേർഡ് എന്ത് ഉപയോഗിക്കും? ദാറ്റ്. റിപ്ലൈഡ് ദാറ്റ് പി എന്ന് പറഞ്ഞാൽ ആരാ? ഡബ്ബാവാല. അത് ബഹുവചനമാണ് അവിടെ പി. അതുകൊണ്ട് നമ്മൾ എഴുതണം ദേ എന്ന് മാറണം. പി എന്നത് ദേ എന്ന് മാറണം. പി ഫോളോ. ഫോളോ എന്ന് പറയുന്ന പ്രസന്റ് ആണ്. ഇവിടുത്തെ മെയിൻ വെർബ് റിപ്ലൈഡ് പാസ്റ്റ് വെർബ് ആണ്. അതുകൊണ്ട് ഈ പ്രസന്റ് എന്താകണം? പാസ്റ്റ് ആകണം. ഫോളോഡ് എന്താവണം? ഫോളോ എന്നതിന്റെ പാസ്റ്റ് വെർബ് എന്താ? ഫോളോഡ്. ഫോളോഡ്. They followed a simple code system and work together as a team. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ. കണ്ടല്ലോ. അപ്പോ എന്താണ് ഇവിടുത്തെ ആൻസർ എഴുതിയത്? എങ്ങനെയാ നോക്കൂ. The Dabbawala replied that they followed a simple code system and worked together as a team. Worked എന്നാണ് അവിടെ കേട്ടോ. worked together. വർക്ക് എന്ന് പറയുന്നത് പ്രസന്റ് എന്തായിട്ട് മാറണം? പാസ്റ്റ് ആയിട്ട് മാറണം. വർക്ക്ഡ് ടുഗദർ ആസ് എ ടീം. ഇങ്ങനെയാണ് ഈ സെന്റൻസ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. എന്താ? അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് തന്നെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ പലപ്പോഴും കേൾക്കാറുള്ളത്. അത്രയും പ്രാധാന്യം അതിനുണ്ട്. വളരെ പ്രയാസമെന്ന് തോന്നുന്ന ഈ കാര്യത്തെ സിമ്പിളാക്കി കാണിക്കുക എന്നതാണ് ഞാൻ എൻ്റെ ക്ലാസ്സിലൂടെ ചെയ്യുന്നത്. എല്ലാവരും ഇംഗ്ലീഷ് ഡെസ്ക് എന്ന ചാനൽ കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ എൻ്റെ ക്ലാസ് കാണുന്ന ഏവർക്കും താങ്ക്സ്.